രാത്രിയായിപ്പോയി, ക്ഷമിക്കുക. ഞാൻ ഇന്നൊരു റെസിപ്പി കാണിക്കത്തില്ല. കാരണം റെസിപ്പി കാണിച്ചാൽ ശരിയാവില്ല. കാരണം ഈ ലേഹ്യം നമ്മൾ പേറ്റ് മരുന്നില്ലേ, പ്രസവിച്ച് കിടക്കുമ്പോൾ പ്രസവരക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് ഇത്. ഈ ഒരു മരുന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി, വേറെ ഒരു മരുന്നും കഴിക്കേണ്ട കാര്യമില്ല. അങ്ങനത്തെ ഉള്ളൊരു മരുന്നാണേ. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കൂല. സംഭവം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി. ഞാനത് കാരണം PCOD വയറുവേദനയൊക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാം. കൊച്ചുങ്ങൾക്ക്, പെൺകൊച്ചുങ്ങൾക്കോ അങ്ങനെയൊക്കെ കഴിക്കാം. നല്ല നിറം വയ്ക്കും. സംഭവം സൂപ്പറാണ്. അതിൻ്റെ റെസിപ്പി കാണിച്ചാൽ ശരിയാവില്ലേ. നിങ്ങൾ ഉണ്ടാക്കുമെന്ന് വെച്ചിട്ടല്ല, ചിലപ്പം അതിൽ എന്തെങ്കിലും ഒരു പാകപ്പഴം മരുന്നായതുകൊണ്ടേ അപ്പം അതുകൊണ്ടാണ് കാണിക്കാത്ത കേട്ടോ. എനിക്കിപ്പോൾ അമ്മ എൻ്റെ ഇത് എടുത്തിട്ട് ചട്ടി തന്നിരിക്കണം വഴിച്ചാക്കാനായിട്ട്. കണ്ടോ, ഇതിൽ കൂടുതലും അടങ്ങിയിരിക്കുന്ന നമ്മളെ മഞ്ഞളും പിന്നെന്തോ അയമോദകം, മഞ്ഞൾ, അയമോദകം, കരിപ്പൊട്ടി, പിന്നെ കുറച്ച് പച്ചമരുന്നുകളാണ്. ഈ ഒരു സാധനം കഴിച്ചാൽ മതി നമ്മൾ പ്രസവരക്ഷയ്ക്കായിട്ട്. പിന്നെ വേറെ ഒരു മരുന്നും കഴിക്കേണ്ട കാര്യമില്ല. എവിടെ ഇതാണ് കേട്ടോ മരുന്ന്. ലേഹ്യമാണ്. ഇതിപ്പോൾ ഓർഡർ തന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണേ. അപ്പോൾ ആർക്കെങ്കിലും പ്രസവിച്ച് കിടക്കുന്നവർക്കോ അല്ലെങ്കിൽ ആർക്കായിരുന്നല്ലോ ശരീരവേദനയൊക്കെ പിന്നെ ഇത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഒരുപാട് വയറിനൊക്കെ പ്രശ്നമുള്ളവർക്ക്, വയറിന് മുറിവുകളുള്ളവർക്ക് ഒക്കെ ഇത് മാറാനൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ ഇത് വേണ്ടവർ പറയൂ. റെസിപ്പി ഇടാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ്, പുറത്ത് കാണിക്കാൻ പാടില്ലെന്നാണ്. അങ്ങനെയാണ് ഇതിൽ. കാരണം ആയുർവേദ മരുന്നാണിത്. അപ്പോൾ അത് മറ്റൊരാൾ കാണാം. കാരണം അതിൽ എന്തെങ്കിലും ഒരു പാകപ്പഴം ചെറുതായിട്ട് വന്നു കഴിഞ്ഞാലും അത് പ്രസവിച്ച് കിടക്കുന്നവരെ ബാധിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് ഒരാൾ മാത്രമേ ഇത് കൈകാര്യം ചെയ്യൂ, മറ്റൊരാൾ കാണാൻ പാടില്ലെന്നുണ്ട്. അതാണ് ഈ മരുന്ന്. കണ്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവർ പറഞ്ഞാൽ നമ്മൾ റെഡിയാക്കി തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയ സമയത്ത് നിന്നെ പോലെ അടുക്കള കയറ്റാത്തത്. എന്നെ പോലെ അടുക്കള കയറ്റിയിട്ടില്ല സത്യം. അപ്പോൾ ഞാനിത് ഫിനിഷ് ചെയ്യട്ടെ. ഇത് തോനെയുണ്ട് അമ്മ. ഇത് മൊത്തം എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നല്ല. എന്തോ ആയിരുന്നാലും എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ കഴിക്കും. എന്നിട്ട് ബാക്കി ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കും നാളെ രാവിലെ കഴിക്കാനായിട്ട്. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ രാവിലെ ആഹാരം കഴിച്ചതിന് ശേഷമോ, കഴിച്ചതിന് ശേഷമല്ലേ അമ്മ? ഇത് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ആഹാരത്തിന് ശേഷമോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാൻ ഇത് കഴിക്കട്ടെ. അപ്പോൾ ആർക്കെങ്കിലും കണ്ടോ മഞ്ഞ കളർ ഉണ്ടോ? അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഈ ഒരൊറ്റ മരുന്ന് മതി പ്രസവരക്ഷയ്ക്ക് മരുന്ന് നമ്മൾ കൊടുക്കുന്നത്. വേറെ ഒരു മരുന്നും വേണ്ട. അപ്പോൾ ശരി, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ. എന്താ പെങ്കൊച്ചുങ്ങൾ, പ്രായമായ പെങ്കൊച്ചുങ്ങളൊക്കെ അല്ലേ, നമുക്ക് ഫസ്റ്റ് മെൻസസ് തുടങ്ങണതിൻ്റെ ആ സമയത്തൊക്കെ കഴിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. പുരുഷനും കഴിക്കാമെന്ന് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാം. കൂടുതലും ഇത് കഴിക്കുന്ന പ്രസവരക്ഷയ്ക്ക് ആയിട്ടുള്ള മരുന്നാണ്. പിന്നെ നമുക്ക് സ്ത്രീകൾക്കുണ്ടാവുന്ന ഇങ്ങനെ വയറുവേദനയും അതിനൊക്കെ നല്ല മരുന്നാണ്. എല്ലാം കൊണ്ടും നല്ല മരുന്നാണ്. അപ്പോൾ വേണമുള്ളൊരു കമൻറ്റ് ചെയ്യും. നമ്മളുണ്ടാക്കി 10 ഐറ്റം പച്ചമരുന്ന്, പിന്നെ കരിപ്പോട്ടി, കർക്കണ്ട്, നെയ്യ് പിന്നെ ചേർന്നുണ്ടാക്കുന്നതാണ് കേട്ടല്ലോ. 10 ഐറ്റം പച്ചമരുന്ന്. അപ്പോൾ ഈ 10 ഐറ്റം പച്ചമരുന്ന് എന്താണെന്ന് പറയില്ല, മരുന്നാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഓക്കെ.